എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ മാജിക് നൈറ്റ്സ് എല്ലാവരും ചേർന്ന് ആ സോംബീസിനെ അങ്ങനെ തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് നന്നായിട്ട് അറിയാം ഈ സോംബീസ് അല്ല യഥാർത്ഥ പ്രശ്നക്കാർ. ഏതോ ഒരു മെയിൻ വില്ലനാണ് ഇവറ്റകളെല്ലാം കൺട്രോൾ ചെയ്ത് ഇത്രയും വലിയൊരു ആക്രമണം അത് അഴിച്ചു വിട്ടിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത മാക്സിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്. അവിടെ കിങ് ആണെങ്കിൽ ഇപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കും. വിസാർഡ് കിങ് അവൻ എവിടെ? അവൻ ഈ സമയം എന്നോടൊപ്പം അല്ലേ ഉണ്ടാവേണ്ടത്? പുറത്ത് നടക്കുന്ന വലിയ യുദ്ധം അതവൻ കാണുന്നില്ലേ? ഈ ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഞാനാണ്, രാജാവ്. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് വിസാർഡ് കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി. അവനത് മറന്നുപോയോ? ഉടനെ വിസാർഡ് കിങ്ങിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ തല താഴ്ത്തി ഇപ്പൊ അദ്ദേഹത്തോട് ക്ഷമ പറയും. വിസാർഡ് കിങ് ഇവിടെ എവിടെയോ ഉണ്ട്. ആ വില്ലന്മാരെ തകർക്കാനായി പുറത്തേക്ക് പോയെന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾ എല്ലാവരും വിസാർഡ് കിങ്ങിന്റെ സോൾജിയേഴ്സ് ആണ്. അങ്ങയുടെ പ്രൊട്ടക്ഷന് ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. കിങ് ആണെങ്കിൽ അത് കേട്ട് കൂടുതൽ ദേഷ്യത്തിലാവും. തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഞാനാണ്, വിസാർഡ് കിങ് അല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും എൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് നിൽക്കാനുമാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ളത്. ആ കാര്യം നിന്റെ വിസാർഡ് കിങ് മറന്നുപോയിട്ടുണ്ടെന്ന് പറയും. കട്ട് ചെയ്താ ഇപ്പോൾ ആ ഒരു സെറിമണി നടന്ന ബിൽഡിംഗ് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഷെഫുകൾ ഇപ്പോഴും പുറത്തു നടക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ കാര്യമായിട്ട് കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഉടനെ ഒരാളാണെങ്കിൽ അവിടേക്ക് വന്ന് പറയും, വലിയ യുദ്ധമാണ് പുറത്ത് നടക്കുന്നത്. ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് കഴിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. അത് കേട്ട് അവരാണെങ്കിൽ ഷോക്കായി പരസ്പരം നോക്കുമ്പോൾ നമ്മുടെ ഫുഡി പെണ്ണ് അവൾ അവരുടെ അടുത്തേക്ക് ഓടി വന്ന് അല്പം ഫുഡിന് വേണ്ടി അവരോട് റിക്വസ്റ്റ് ചെയ്യും. അവരാണെങ്കിൽ ഇപ്പോൾ അവളെ നോക്കും. മാജിക് നൈറ്റിൻ്റെ ആ ഒരു സിമ്പിള് അത് അവളുടെ ഡ്രസ്സിലുണ്ട്. അവളും ആ സെറിമണിയിൽ പങ്കെടുക്കാൻ വന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയ മെയിൻ ഷെഫാണെങ്കിൽ നീ ഒരു അല്പസമയം വെയിറ്റ് ചെയ്യ്, ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഞാൻ നിനക്ക് തരാമെന്ന് പറയും. ഉടനെ ബാക്കിയുള്ള ഷെഫുകളാണെങ്കിൽ അദ്ദേഹത്തോട് പറയും, നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നത് വലിയ അപകടമാണ്. നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് പോകാം. അതിന് മെയിൻ ഷെഫ് പറയും, എനിക്ക് എൻ്റെ ജീവനെക്കുറിച്ച് ഓർത്ത് യാതൊരു ഭയവുമില്ല. എൻ്റെ കടമ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കുക എന്നതാണ്. അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ ആസ്തയെ കാണിക്കുകയാണ്. അവൻ ആ പപ്പടിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും തോറും അതാണെങ്കിൽ ഓരോരോ ദിശയിലേക്ക് തെന്നി മാറി ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് ഇപ്പോൾ ആസ്തയെ തിരികെ അറ്റാക്ക് ചെയ്യുകയാണ്. നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിനക്ക് എൻ്റെ പപ്പടിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ആ വില്ലൻ പറയും. ഇവിടെ പ്രിൻസസ് ആണെങ്കിൽ ആ കൊച്ചു പെൺകുട്ടിയോട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറയാണ്. അതിന് ആ കൊച്ചു പെൺകുട്ടിയാണെങ്കിൽ പ്രിൻസസിനോട് റിക്വസ്റ്റ് ചെയ്യും, അവനെ ഹെൽപ്പ് ചെയ്യണം, അവനൊരു നല്ല മനുഷ്യനാണ്. അതിന് അവൾ പറയും, നിന്നെക്കാൾ നന്നായിട്ട് ആസ്ത എനിക്കറിയാം. അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അവനൊരു കാരണവശാലും ഞാൻ കൈവിടില്ല എന്ന് പറയും. ഇവിടെ ആസ്ത ദേഷ്യപ്പെട്ട് ആ പപ്പടിനോട് താഴേക്ക് വരാൻ പറയും. അത് കേട്ട് ആ വില്ലൻ ചിരിക്കുകയാണ്. നിന്നെക്കൊണ്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുന്നില്ല അല്ലേ? എനിക്കറിയാം, തീർച്ചയായിട്ടും നീ പരാജയപ്പെട്ടു പോകും. അവളാണെങ്കിൽ കണ്ണുകൾ അടച്ച് ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ ആ ഡഞ്ചറിൽ വെച്ച് ഫൈറ്റ് ചെയ്ത സമയത്ത് ആസ്ത ആ വില്ലനോട് പറഞ്ഞത്, എൻ്റെ കയ്യിൽ മാജിക് പവർ ഇല്ലായിരിക്കാം, പക്ഷെ ശക്തന്മാരായ ഫ്രണ്ട്സ് അവർ എൻ്റെ കൂടെ ഉണ്ടെന്നാണ്. മാത്രമല്ല ആ സമയത്ത് ആസ്തയുടെ പുതിയ സ്വാഡുമായിട്ട് അവളുടെ വാട്ടർ പവർ അത് കമ്പൈൻ ആയിരുന്നു. അവളാണെങ്കിൽ ആ കാര്യങ്ങൾ ഓർത്തെടുക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ മാജിക് പവർ അത് ആസ്തയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതുപയോഗിച്ച് ആ പപ്പടിനെ ഇല്ലാതാക്കാൻ ആസ്തയെ കൊണ്ട് സാധിക്കും. ഉടനെ ലിയോ ആണെങ്കിൽ അവളുടെ അരികിലേക്ക് വരികയാണ്. നീ നിന്റെ ഫ്രണ്ടിനെ അവനെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാനും നിന്നോടൊപ്പം ഉണ്ട്. എൻ്റെ റൈവലിനെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും. ആ നിമിഷം വാട്ടർ പവർ ഉപയോഗിക്കുന്ന ഒരു പപ്പട് അവർക്ക് നേരെ വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവരാണെങ്കിൽ തിരിച്ച് അതിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ ആസ്തയാണെങ്കിൽ ആ വില്ലന്റെ പപ്പടിനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ട് ആ വില്ലനാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. നീ എന്താ പറഞ്ഞത്? എന്നെ കൊല്ലുമെന്നല്ലേ? എന്നെ ഇല്ലാതാക്കാൻ നിന്റെ ഈ ശക്തിക്ക് ഒട്ടും തന്നെ സാധിക്കില്ല. എനിക്ക് നിന്നോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാതെ തന്നെ നിന്നെ ഈസി ആയിട്ട് ഇല്ലാതാക്കാനായിട്ട് കഴിയും. കാരണം എനിക്ക് ബുദ്ധിയുണ്ട്. അതുപയോഗിച്ച് ഞാൻ നിന്നെ ഇല്ലാതാക്കും. ഒരു തുള്ളി പോലും വിയർക്കാതെ തന്നെ. പക്ഷെ നിന്നെക്കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. ഇപ്പോ ഇപ്പോ ഈ നിമിഷം ഇവിടെ വെച്ച് എൻ്റെ പപ്പട് നിന്നെ ഇല്ലാതാക്കുമെന്ന് പറയും. ആസ്തയാണെങ്കിൽ അത് കേട്ട് ടെററായി നിൽക്കുമ്പോൾ ആ പപ്പട് വീണ്ടും ആസ്തയ്ക്ക് നേരെ ലൈറ്റ്നിങ് പവർ പ്രയോഗിക്കും. അവനാണെങ്കിൽ ഞൊട്ടിയിടയിൽ ആസ്തയുടെ തൊട്ടടുത്തേക്ക് വരുന്ന അടുത്ത നിമിഷം അവന്റെ ബോഡിയിൽ അങ്ങനെ ആ പപ്പടിന്റെ ബോഡിയിൽ അങ്ങനെ തീ പിടിച്ച് അത് കത്തി അമരുകയാണ്. ആ വില്ലനാണെങ്കിൽ ഷോക്കാവും. ഓ നോ, ഇതെങ്ങനെ സംഭവിച്ചു? ആ സമയം ആസ്തയ്ക്ക് ഓപ്പോസിറ്റ് ഫെഗോലിയൻ അവൻ ഹായി ആയിട്ട് കടന്നു വരും. ഫെഗോലിയനാണ് അവന്റെ ഫയർ പവർ ഉപയോഗിച്ച് ആ പപ്പടിനെ ഇല്ലാതാക്കിയത്. ആസ്തയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു അപമാനം തോന്നും. ഇതെന്റെ ഫൈറ്റല്ലേ, എനിക്ക് എന്തുകൊണ്ട് അവനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഫെഗോലിയൻ ആണെങ്കിൽ അവനോട് ക്ഷമ ചോദിക്കുകയാണ്. ഐ എം സോറി ആസ്ത, ഇത് നിന്റെ ഫൈറ്റാണ്. ഒരിക്കലും ഞാനിതിൽ തലയിടാനായിട്ട് പാടില്ലായിരുന്നു. പക്ഷേ എൻ്റെ കൺമുമ്പിൽ വെച്ച് ഒരു മാജിക് നൈറ്റ് ഇല്ലാതാവുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ ചെയ്തത്. പക്ഷേ യാതൊരു മാജിക് പവറും ഇല്ലാതെ നീ ഇവിടം വരെ എത്തി. അതോർത്താണ് എനിക്ക് നിന്നെ കാണുമ്പോൾ അഭിമാനം തോന്നുന്നത്.
നിന്റെ ഉള്ളിൽ ഒരു ഫയറുണ്ട്. അത് തിരിച്ചറിഞ്ഞത് ആ ജയന്റ് മാസ്റ്റർ മാത്രമാണ്. ഇപ്പൊ എനിക്ക് നിന്നെയും തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. നിനക്ക് എന്നോടൊപ്പം വന്നുകൂടെ എന്ന് ചോദിക്കും. നിന്റെ ആഗ്രഹം വിസാർഡ് കിങ് ആയി മാറുക എന്നതല്ലേ? അതിന് ആസ്തയാണെങ്കിൽ തല കുലുക്കുമ്പോൾ മറ്റൊരുത്തനാണെങ്കിൽ ആസ്തയെ നോക്കി കളിയാക്കുകയാണ്. ഫെഗോലിനാണെങ്കിൽ നിനക്കത് സാധിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ ആ വില്ലന്റെ അടുത്തേക്ക് നടന്നടുക്കും.